I hope you guys are doing well and staying safe. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ അനിയത്തിമാർക്കും അനിയന്മാർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് ടീനേജേഴ്സ് സ്കിൻ കെയർ, അതായത് ഒരു 15 വയസ്സിൽ താഴെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ ആണ് കേട്ടോ. സ്കിൻ കെയറിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതായത് നിങ്ങൾ ഈ ഒരു ഏജിൽ എന്തൊക്കെ പ്രോഡക്റ്റ്സ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യണ്ടേ, അങ്ങനെയുള്ള എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു 15 വയസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ യൂസ് ചെയ്യേണ്ടത് ഫേസ് വാഷും മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമാണ്. വേറെ ഒരു പ്രോഡക്ട്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ഒരു ക്രീമോ അല്ലെ സെറംസോ ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വെച്ചിട്ട് ആഗ്രഹമൊക്കെ കാണും എന്ന് പറഞ്ഞ് സെറം ഒന്നും യൂസ് ചെയ്യരുത്. ഈ ഒരു ഏജിൽ നിങ്ങൾ വേറെ കുറേ പ്രോഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് നന്നായിട്ട് ഇഷ്യൂസ് വരും. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഏജിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നന്നായിട്ട് നമ്മുടെ ഫേസ് നല്ല പ്രായം തോന്നിയ പോലെയൊക്കെ തോന്നും, പ്രായമായ പോലെ ഒക്കെ ഫേസ് ആവും. അതേപോലെ ഏജിങ് അത് വരും. പിന്നെ ഈ ഒരു ഏജിൽ നമ്മുടെ സ്കിൻ ബാരിയേഴ്സ് ബ്രേക്ക് ആവും, ആക്നെ വരും, അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. സോ ഒരിക്കലും സെറം ബേസ്ഡ് ആയിട്ടുള്ള ഒന്നും യൂസ് ചെയ്യരുത്. നിങ്ങൾ ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഫേസ് വാഷും മാത്രം യൂസ് ചെയ്യുക. നമ്മൾ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാം കേട്ടോ, ഒരു 15 വയസ്സ് വരെ. ഓക്കെ, പിന്നെ ഒരു 6 മാസം തൊട്ട് നമ്മൾ സൺസ്ക്രീൻസ് യൂസ് ചെയ്യണം. കാരണം നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ വേണം. 6 മാസം കുഞ്ഞു പിള്ളേർ തൊട്ട് സൺസ്ക്രീൻസ് യൂസ് ചെയ്യണം കേട്ടോ. ഒരു 10 വയസ്സിന് താഴെ ഉള്ളവരാണെങ്കിലും ഒരു 6 മന്ത് തൊട്ട് 10 മന്ത് വരെ ഏജ് ഉള്ളവരാണെങ്കിൽ ഡോക്ടേഴ്സിനെ, പീഡിയാട്രീഷ്യനെ അല്ലെങ്കിൽ ഡെർമറ്റോളജി സർട്ടിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് അത്ര ഉറപ്പുള്ള ഡോക്ടേഴ്സിനെ കണ്ടിട്ട് പ്രോഡക്ട്സ്, അതായത് സൺസ്ക്രീൻസ് ഒക്കെ മേടിച്ചിട്ട് യൂസ് ആക്കുക. അല്ലാണ്ട് നിങ്ങൾ മുതിർന്നവർ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് കുഞ്ഞു പിള്ളേർ യൂസ് ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഇഷ്യൂസ് വരും കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ സെബാമേഡിൻ്റെയും സെറ്റാഫിലിൻ്റെയും ഫിക്സ്ഡേമയുടെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഒരിക്കലും ഗ്ലോയിങ് ക്രീം അല്ലെങ്കിൽ വൈറ്റണിങ് ക്രീം ഒന്നും ഈ ഒരു ഏജിൽ യൂസ് ചെയ്യരുത്. ഈ ഒരു ഏജ് നല്ല ഒരു ഏജിൽ നമ്മൾ അങ്ങനത്തെ ക്രീംസ് യൂസ് ചെയ്യരുത്. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യണം, അതായത് വെളുക്കണം എന്ന് വെച്ചിട്ട് നമ്മളൊന്നും യൂസ് ചെയ്യാണ്ട് നമ്മുടെ സ്കിൻ ക്ലിയർ ആക്കണം എന്ന് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഒരിക്കലും നമുക്കിനിയും വെളുക്കണം, ഇനിയും വെളുത്തിട്ടങ്ങ് പാറണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോഡക്ട്സും യൂസ് ചെയ്യല്ല കേട്ടോ. ഇത് ഏത് ഏജിലാണേലും യൂസ് ചെയ്യല്. കാരണം അതൊക്കെ നമ്മുടെ സ്കിൻ ഇഷ്യൂസും അതേപോലെ ഹൈപ്പർ പിഗ്മെന്റേഷനും ഒക്കെ നമ്മുടെ സ്കിന്നിന് വരും. സോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ 15 വയസ്സ് താഴെയുള്ളവർ ഒരിക്കലും സാലിസിലിക് ആസിഡ്, കോജിക് ആസിഡ് അങ്ങനെ ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്ട്സും യൂസ് ചെയ്യല്ല. ഇനി നിങ്ങൾക്ക് ടീനേജിലായിരിക്കും, ഒരു 13, 14, 15 ആ ഒരു ഏജിലായിരിക്കും നമ്മുടെ ഫേസിൽ നന്നായിട്ട് കുരുക്കൾ വരുന്നത്. ആ ഒരു ഏജിൽ അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ നോക്കുമ്പോൾ കുരുക്കളൊക്കെ മാറ്റി ക്ലിയർ സ്കിൻ ആക്കാൻ കുറേ പ്രോഡക്ട്സ് കാണും. കുറേ സെറംസ് ആണെങ്കിലും അങ്ങനെ കുറേ പ്രോഡക്ട്സ് കാണും. അതൊന്നും മേടിച്ച് യൂസ് ആക്കല്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് കുരു വന്നിട്ട് ഭയങ്കര ഇറിറ്റേഷനോ വേദനയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല ഡോക്ടറിനെ കാണുക. എന്നിട്ട് മാത്രം ഡോക്ടർ പറയുന്ന പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് അത്ര ഉറപ്പുള്ള ഡോക്ടേഴ്സിനെ കണ്ട് അങ്ങനെ പറയുന്ന പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. കാരണം ഈ ഒരു ഏജിൽ നമ്മൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്കിൻ ഇഷ്യൂസ് വരും. ചിലപ്പോൾ എല്ലാവരും പറയും അങ്ങനെയൊന്നും യൂസ് ചെയ്യല്ലേ. അപ്പോൾ നമ്മളത് കേൾക്കത്തില്ല. അതെന്താ യൂസ് ചെയ്താൽ ബാക്കിയുള്ളവരെല്ലാം യൂസ് ചെയ്യാമല്ലോ, എനിക്കെന്താ യൂസ് ചെയ്താൽ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ യൂസ് ചെയ്യല്ലോ കേട്ടോ. നിങ്ങൾ നല്ലതെന്നാണ് പറയുന്നത്. ഈ ഒരു ഏജിൽ അങ്ങനെയുള്ള ഒരു പ്രോഡക്ട്സും യൂസ് ചെയ്യല്. മൈൽഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം, അതായത് ഫേസ് വാഷും ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം, അത് കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ഫൗണ്ടേഷൻ ആണെങ്കിലും അങ്ങനെയുള്ളതൊക്കെ മാക്സിമം ഒന്ന് കുറയ്ക്കുക. നമുക്ക് ഉപയോഗിക്കണം എന്നൊക്കെ ആഗ്രഹം കാണുമായിരിക്കും, ഫൗണ്ടേഷൻ ആണെങ്കിലും എന്താണെങ്കിലും മാക്സിമം കുറയ്ക്കുക. ഇനി നിങ്ങൾക്ക് പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ഉണ്ട്, ഉപയോഗിച്ചേ പറ്റൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷനൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് മേക്കപ്പ് റിമൂവറിന് പകരം ഒരു ഓയിൽ ക്ലെൻസിങ് ഓയിൽ വെച്ചിട്ട് റിമൂവ് ആക്കാം കേട്ടോ. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഫേസ് കെയർ ചെയ്യുന്ന പോലെ തന്നെ ലിപ്സും കെയർ ചെയ്യണം. നമ്മൾ നല്ലൊരു ലിപ് ബാം ഒക്കെ യൂസ് ചെയ്യണം. ഇനി ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്നതിന് ഞാനൊന്നും പറയത്തില്ല, അതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതൊക്കെ ഒരു ഏജിൽ യൂസ് ചെയ്യാനൊക്കെ ആഗ്രഹം കാണും, എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സെബാമേഡിൻ്റെയോ അല്ലെങ്കിൽ മാമാർത്തിൻ്റെയോ അല്ലെ വാസിലിൻ്റെ റോസി ലിപ്സ് എന്ന് പറയുന്ന ആ ലിപ് ബാം ഒക്കെ യൂസ് ചെയ്യാം. അതൊക്കെ അത്യാവശ്യം അഫോർഡബിളുമാണ്. പിന്നെ ഒരിക്കലും യൂസ് ചെയ്യാത്തൊരു ലിപ് ബാമാണ് ഒരു, ഞാൻ പടം ഇവിടെ കൊടുത്തേക്കട്ടോ, അതിന് പിക്ക്
ഇവിടെ കൊടുത്തേക്കാം. ഒരു റോസ് കുപ്പിയിൽ ഒരു വെളുത്ത ഒരു ലിപ് ബാം. അത് വരുമ്പോൾ അതിന് 20-30 കണ്ട അതിൻ്റെ പ്രൈസ് ഞാനും ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരിക്കലും ഉപയോഗിക്കുക. അതിൻ്റെ പേര് പിങ്കി ലിപ്സ് എന്ന് അങ്ങനെ പറ്റും കേട്ടോ. അത് ഉപയോഗിക്കുകയേ ചെയ്യല്ല. കാരണം നമ്മുടെ ലിപ്സ് നന്നായിട്ട് കറക്കും, ഡിസ്കളറേഷൻ വരും. അതേപോലെ തന്നെ നമ്മുടെ നല്ല ഡ്രൈ ആവും. നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. പക്ഷെ എല്ലാവരും മേടിച്ച് യൂസാക്കും. അത്യാവശ്യം ഇതെല്ലാവരും മേടിച്ച് യൂസാക്കിയിട്ടുണ്ടാവും. ഞാനും യൂസാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു, ആ ഒരു സമയത്ത് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാനും യൂസാക്കിയിട്ടുണ്ട്. അത് യൂസാക്കുകയേ ചെയ്യല്ല. നമ്മുടെ ലിപ്സ് നന്നായിട്ട് ഡാർക്ക് ആക്കത്തേ ഉള്ളൂ, അല്ലാണ്ട് ഒരു പ്രയോജനം അതുകൊണ്ട് കിട്ടത്തില്ല. ഓക്കെ, പിന്നെ പ്രോഡക്ട്സ് മാത്രമൊന്നുമല്ല കേട്ടോ നമ്മുടെ സ്കിൻ കെയറിലുള്ളത്. നമുക്ക് പ്രോഡക്ട്സ് ഒന്നും യൂസ് ആക്കാണ്ടും സ്കിൻ കെയർ ചെയ്യാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എന്നും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 0 കോസ്റ്റിൽ നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ഇനി വീട്ടിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നാണെങ്കിലും എല്ലാം നല്ലതാണ്. നമ്മുടെ ബോഡി ആണെങ്കിലും ഹെൽത്തി ആക്കി വെക്കും. സോ നന്നായിട്ട് വെള്ളം കുടിക്കുക. സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ വെള്ളം കുടിക്കാൻ മടിയായിരിക്കും, എന്നാലും നന്നായിട്ട് വെള്ളം കുടിക്കാം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. വീട്ടിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ ഒരിക്കലും പീൽ ഓഫ് മാസ്ക്, സ്ക്രബ് അതൊന്നും നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യരുത്. കാരണം ഈ ഒരു ഏജിൽ നല്ല നമ്മൾ കുറച്ചുകൂടി ഏജ് കഴിയുമ്പോഴാണെങ്കിൽ കൂടി നിങ്ങൾ സ്കിൻ കെയർ റൊട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഏജിലാണെങ്കിൽ കൂടി നന്നായിട്ട് ശക്തിയായിട്ട് വലിച്ചളക്കുന്ന പീൽ ഓഫ് മാസ്ക് അങ്ങനെയുള്ള ഒന്നും യൂസ് ആക്കാണ്ടിരിക്കുക. പിന്നെ അടുത്താണ് കറക്റ്റ് ടൈമിൽ സ്ലീപ്പ് ചെയ്യുക. കറക്റ്റ് ടൈമിൽ ഉറങ്ങിയിട്ട് അതേപോലെ തന്നെ എണീക്കുക. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനാണേലും നമ്മുടെ ഹെൽത്തിനാണേലും അടിപൊളിയാണ് ഗായ്സ്. സോ നമ്മൾ കറക്റ്റ് സമയം, ഇപ്പോൾ രാത്രി ഒരു സ്കൂളിൽ പോകുന്ന സമയമൊക്കെ ആണെങ്കിൽ ഒരു 11 മണിക്കൊക്കെ ഉറങ്ങുക. എന്നിട്ട് രാവിലെ ഒരു 6 മണി 6:30 ആകുമ്പോൾ എണീക്കുക. ആ ഒരു സമയത്ത് എണീക്കുക. പിന്നെ ഇടയ്ക്ക് യോഗ എക്സസൈസ് ഒക്കെ ചെയ്യുക, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക. നല്ല സ്ട്രെസ്സോ ആൻസൈറ്റിയൊക്കെ ഈ ഒരു ഏജിൽ ഒക്കെ വരും. ഒരു 10, 9, +1, +2 സമയത്ത് കുറേ പഠിക്കാനും വർക്കും അങ്ങനെയൊക്കെ കാരണം വരും. ആ ഒരു സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുക. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് ഇരിക്കുക. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ യോഗ എക്സസൈസ് വീക്കിൽ ഒരു 4 തവണയൊക്കെ ചെയ്യുക. നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. കൊച്ചു യോഗ എക്സസൈസ് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് മാത്രം ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ഫേസിനാണേലും ബോഡിക്ക് ഫുൾ അത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓവറായിട്ട് ജങ്ക് ഫുഡ്സ് കഴിക്കാതിരിക്കുക. അല്ലെ ഷുഗർ കണ്ടൻ്റ് ഉള്ള ഫുഡ്സ്, ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെ ഒന്ന് കുറയ്ക്കുക. നമുക്ക് ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലായിരിക്കും. ആഗ്രഹമൊക്കെ ഉള്ളപ്പോൾ കഴിക്കുക, അല്ലാണ്ട് ഓവറായിട്ട് കഴിക്കല്ല. കാരണം നമ്മൾ ഭയങ്കര ഓയിലി ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ നെറ്റിയിലാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ കുരു വരും. നമ്മുടെ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ നല്ല അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ സ്കിന്നിനത് ഭയങ്കര ദോഷമായിട്ടേ എഫക്റ്റ് ചെയ്യത്തുള്ളൂ. എന്നാലും നിങ്ങൾക്ക് കുറയ്ക്കാൻ അത് മടിയായിരിക്കും എന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. പിന്നെ രാവിലെ ഇന്ന് എണീക്കുന്ന സമയത്ത് ജസ്റ്റ് തണുത്ത വെള്ളത്തിൽ ഒന്ന് ഫേസ് വാഷ് ചെയ്യാൻ നിങ്ങളുടെ ഫേസിന് നല്ലതായിരിക്കും. അതേപോലെ തന്നെ തലയിൽ ഓവറായിട്ട് ഓയിൽ തേക്കാതിരിക്കുക. നമ്മുടെ അമ്മമാരൊക്കെ നന്നായിട്ട് ഓയിൽ കുഴച്ച് വെച്ച് തേച്ച് തരും. അങ്ങനെ തേക്കാതിരിക്കുക. കാരണം എണ്ണ ഇറങ്ങുന്ന സമയത്ത് നെറ്റിയുടെ ഇവിടെയൊക്കെ ആയിട്ട് കുരുക്കൾ വരും. അത് ഓയിൽ തേക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഓവറായിട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ഒന്ന് ഷാമ്പു ഇട്ട് വാഷാക്കി കളയുക. അല്ലാണ്ട് തലയിൽ ഓയിൽ വെച്ചുകൊണ്ടിരിക്കില്ല. നമ്മൾ മുടിയൊക്കെ കെട്ടുമ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഓയിൽ തേക്കുന്നത്. പക്ഷേ മാക്സിമം കുറച്ച് ഓയിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ടീനേജിലായിരിക്കും നമ്മുടെ തലയിൽ നന്നായിട്ട് ഡാൻഡ്രഫ് ഒക്കെ വരാനുള്ള സാധ്യത. കാരണം നമ്മളെ മുടിയൊക്കെ നല്ല പിന്നിയൊക്കെ കെട്ടി ടൈറ്റായിട്ട് കെട്ടി വെക്കുമ്പോൾ നമ്മൾ വെയിലത്തോട്ടൊക്കെ പോകും കളിക്കാനും അവിടെ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് തല നന്നായിട്ട് വിയർക്കുമല്ലോ സ്വെറ്റ് ആകുമ്പോൾ. അത് കാരണം നല്ല ഡാൻഡ്രഫ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്കാൽപ്ലസിൻ്റെ ഒരു ഷാമ്പൂ അങ്ങനെയുള്ള ഡാൻഡ്രഫ് ഷാമ്പൂസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. സ്കാൽപ്ലസിൻ്റെ അടിപൊളി ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ല അടിപൊളി റിസൾട്ട് തന്നിട്ടുള്ള ഷാമ്പൂ ആണ്. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ആ ഒരു ഷാമ്പൂ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഡാൻഡ്രഫൊക്കെ കാരണം പ്രശ്നമുള്ളവർ. ഇനി ഡാൻഡ്രഫൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും മുടി മുഖത്തോട്ടിടാതിരിക്കാൻ ശ്രമിക്കുക. ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഹെയർ കട്ട് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും
മുടി ഫ്രണ്ടിലോട്ട് മുഖത്തോട്ട് കിടക്കുമ്പോൾ നമ്മുടെ നെറ്റിക്കൊക്കെ നന്നായിട്ട് കുരു വരും. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുരു വരും. സോ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വീട്ടിലിരിക്കുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ നോക്കി ചെറുതായിട്ട് ഹോം റെമഡീസ് ഒക്കെ ചെയ്യുമായിരിക്കും അല്ലേ. നമ്മുടെ ഫേസിൽ ഫേസ് പാക്ക് ഇടുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതിനെന്താ നാച്ചുറൽ ആയിട്ടുള്ള കടലമാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ യൂസ് ആക്കുന്നതെന്ന്. ഇപ്പം നമ്മൾ തൈര് വെച്ചിട്ട് യൂസ് ആക്കും. തൈരിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉണ്ട്, അതേപോലെ തന്നെ ലെമണിനകത്തുണ്ട്. അങ്ങനെയുള്ള ചില കെമിക്കൽസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലതായിരിക്കില്ല. ഈ ലെമൺ നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുന്നത് അത്ര നല്ലതേ അല്ല. സോ ഹോം റെമഡീസ് നിങ്ങൾക്ക് അത്ര വിശ്വാസമുള്ള സംഭവമാണ്, യൂസ് ചെയ്ത് എനിക്കൊരു കുഴപ്പം വരത്തില്ല എന്നൊക്കെ അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാം കേട്ടോ. ഒരു കാര്യമാണ്, നമ്മൾ സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകരുത്. സോപ്പിൽ നന്നായിട്ട് കെമിക്കൽസ് ഉണ്ട്. ഒരിക്കലും നമ്മൾ സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകരുത്. ജസ്റ്റ് ഫേസ് വാഷ് ഇട്ട് നമുക്ക് മുഖം കഴുകാം, അത് കുഴപ്പമില്ല. സോപ്പ് വെച്ച് മുഖം കഴുകരുത് കേട്ടോ. പിന്നെ ഉള്ള ഒരു കാര്യമാണ്, നമ്മൾ ഒരിക്കലും തല തോർത്ത് വെച്ചിട്ടോ അല്ലെ ടർക്കിയോ എല്ലാം വെച്ചിട്ട് നമ്മുടെ മുഖം തുടയ്ക്കരുത്. നമ്മൾ മുഖം മാക്സിമം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് അതേപോലെ വെക്കുന്നതാണ് നല്ലത്. നമ്മൾ വെള്ളമൊന്നും ഒപ്പാണ്ടിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എല്ലാവരും പറയുന്നത്. സോ അങ്ങനെ ഒന്ന് കീപ്പ് ചെയ്യാൻ പറ്റുന്നവരാണ് അങ്ങനെ കീപ്പ് ചെയ്യുക. ഇനി എനിക്ക് മുഖത്ത് വെള്ളം ഇരിക്കുന്ന ഇഷ്ടമല്ല, ഇറിറ്റേഷനാ എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് വേറൊരു ടർക്കിയോ ടവലോ തുണിയോ വെച്ചിട്ട് അത് ഫേസ് ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സെപ്പറേറ്റ് ഒരു ടവൽ എടുത്തിട്ട് ആക്കുക. അല്ലാണ്ട് നമ്മൾ തല തോർത്ത് അല്ലെങ്കിൽ ഉടുപ്പിൽ ഇങ്ങനെ തുടയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഫേസിൽ ആക്നെ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ടീനേജിൽ ഇന്ന പ്രോഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യുക, അല്ലാണ്ട് ഓവറായിട്ട് ഒന്നും യൂസ് ചെയ്യാൻ പോവല്ല. നമ്മുടെ സ്കിന്നിന് തന്നെ ഇഷ്യൂ വരത്തുള്ളൂ. ജസ്റ്റ് അത് ശ്രദ്ധിക്കുക. നമുക്കിനി ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ട പോലെ പ്രോബ്ലംസ് ഒക്കെ വരുവാണെങ്കിൽ അപ്പം നമുക്ക് യൂസ് ചെയ്യാം, അല്ലാണ്ട് ഇപ്പം യൂസ് ചെയ്യല്ല കേട്ടോ. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഫേസ് വാഷും മോയ്സ്ചറൈസറും ക്ലെൻസറും മാത്രമാണ്, സൺസ്ക്രീനും മാത്രമാണ് കേട്ടോ. സൺസ്ക്രീൻ ഒരിക്കലും മിസ് ചെയ്യല്ല. കാരണം നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാണ്ടിരുന്നാൽ ഫേസിൽ നല്ല സൺടാനൊക്കെ അടിക്കും. അതേപോലെ തന്നെ കുറേ സ്കിൻ ഇഷ്യൂസ് ഭാവിയിലും വരും. നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഇഷ്യൂസ് വരും. സോ സൺസ്ക്രീൻ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫേസിൽ തൊടാണ്ടിരിക്കുക കേട്ടോ. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തൊടുക, അല്ലെ കുരു പൊട്ടിക്കുക, അതൊന്നും ചെയ്യല്ലോ കേട്ടോ. ഫേസ് നമ്മളങ്ങനെ കൈ വെച്ച് തൊടരുത്. കാരണം നമ്മുടെ കൈ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ തൊടുമായിരിക്കും. നമ്മൾ മുടി തല ചൊറിയുമായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത് ഫേസിലോട്ടാകുമ്പോൾ നമുക്ക് കുരു വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ടീനേജേഴ്സിന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് വേറെ വീഡിയോ കാണാം. ടാറ്റാ.